നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്രെയിനിങ് ഡാറ്റേനെ പ്ലോട്ട് ചെയ്യാണ്. എക്സ് ട്രെയിനും വൈ ട്രെയിനും ജസ്റ്റ് ഡോട്ട്സ്. നമ്മൾ ട്രെയിനിങ് ഡാറ്റേനെ ജസ്റ്റ് ഡോട്ട്സ് കൊടുത്തിട്ട് നോക്കാൻ പോകുന്നത്. അതിൽ സ്കാറ്റർ ചെയ്യുന്നത്. സ്കാറ്റർ മീൻസ് ഡോട്ട്സ്. ഓക്കെ, അപ്പോൾ സ്കാറ്റർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് എക്സ് ട്രെയിനും വൈ ട്രെയിനും പ്ലോട്ട് ചെയ്ത് നോക്കാം. ആ പ്ലോട്ടിങ് ചെയ്യുന്ന ട്രെയിനിങ് ഡാറ്റയ്ക്ക് നമുക്ക് കളർ ഒരു റെഡ് കൊടുക്കാം. അതായത് ഡോട്ട്സിന് റെഡ് കളർ കിട്ടും. പിന്നെ ലേബൽ എന്ന് പറയുന്നത് നമ്മളവിടെ കൊടുക്കാൻ പോകുന്നത് ട്രെയിനിങ് ആണ്. ട്രെയിനിങ് ഡാറ്റേനെ കാണിക്കാനാണ് സ്കാറ്റർ പ്ലോട്ട് നമ്മൾ ചെയ്യുന്നത്. അതിൽ പ്ലോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ് ടെസ്റ്റ്, നമ്മളിപ്പോൾ കൊടുത്ത എക്സ് ടെസ്റ്റ് അതും അതിൻ്റെ പ്രിഡിക്ഷനും, ആ എക്സ് ടെസ്റ്റ് നമ്മൾ ടെസ്റ്റിങ്ങിന് കൊടുത്ത സമയത്ത് മെഷീൻ എന്താണ് പ്രെഡിക്റ്റ് ചെയ്തത് എന്നത് നമ്മൾ വൈ പ്രിഡിക്ഷൻ, ഇത് രണ്ടും നമ്മളൊരു ലൈനിൽ പ്ലോട്ട് ചെയ്യും. ലൈൻ പ്ലോട്ട് ചെയ്യാൻ പ്ലോട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് -b മീൻസ് ബ്ലൂ എന്നാണ് അർത്ഥം. ബ്ലൂ കളറിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ടായിരിക്കും ഒരു ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ബ്ലൂ കളറിൽ ലേബൽ എന്ന് പറയുന്നത്, അതിന്റെ ലേബൽ എന്ന് പറയുന്നത് പ്രിഡിക്ഷൻ ലൈനാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യുന്നത്. പ്ലോട്ട് എന്ന ഫംഗ്ഷനിൽ ആ ഒരു ലൈൻ, ആ ഒരു ബ്ലൂ ലൈൻ ആയിരിക്കും പ്രിഡിക്ഷൻ, മെഷീന്റെ പ്രിഡിക്ഷൻ എന്ന് പറയുന്നത്. സ്കാറ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒറിജിനൽ പ്രഡിക്ഷൻ. ഓക്കെ, ട്രെയിനിങ് ഡാറ്റ. ഇവിടെ എക്സ് ലേബിൾ നമ്മൾ എക്സ്പീരിയൻസ് എന്നും വൈ ലേബിൾ സാലറി എന്ന് കൊടുക്കുകയാണ്. പിന്നെ റേഞ്ച് സെറ്റ് ചെയ്തു. എക്സ് റേഞ്ചും വൈ റേഞ്ചും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഇയേഴ്സ്, പിന്നെ എത്ര സാലറി. ഞാൻ ടൈറ്റിൽ കൊടുത്തു, ഇതാണ് കമ്പാരിസൺ ഓഫ് സാലറി ആൻഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. ലൊക്കേഷൻ സെന്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പാഡ് 15 കൊടുത്തു. ലെജൻഡ് ലൊക്കേഷൻ, അതായത് അപ്പറിൽ, ഇതാണ് ലെജൻഡ് എന്ന് പറയുന്നത്. അപ്പറിൽ ലെജൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഗ്രിഡ് ഇട്ടു, ഈ റോസ് ആൻഡ് കോളംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതിനാണ് ഗ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രാഫ് പ്രഡിക്ഷൻ ഇവിടെ നമ്മൾ പ്രഡിക്ഷൻ ചെയ്തു. നമുക്ക് പ്രഡിക്ഷൻ കാണണമെങ്കിൽ നമ്മൾ വൈപ്രെഡ് ഒന്ന് പ്രിന്റ് ചെയ്ത് വയ്ക്കാൻ മതി. ഇതാണ് പ്രഡിക്ഷൻ. നമ്മുടെ ഒറിജിനൽ വാല്യൂസ് എന്തായിരുന്നു നോക്കണ്ടേ? വൈ ടെസ്റ്റ് ആയിരുന്നു അല്ലേ? ഇതായിരുന്നു ഒറിജിനൽ വൈ ടെസ്റ്റ്. നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ പ്രഡിക്ഷൻസ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രഡിക്ഷൻ ഇതൊക്കെയാണ്. ഓക്കെ, ഇത്ര ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ മീൻ സ്ക്വയർഡ് എറർ, എത്രത്തോളം എറർ, ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയിട്ടാണ് ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഈ മോഡൽ എന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ടും നമുക്ക് കമ്പയർ ചെയ്യണം. നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ്പീരിയൻസ് എക്സ് ആക്സിസും സാലറിയും കൊടുത്തേക്കാണ്. അപ്പൊ ട്രെയിനിങ് ആക്ച്വൽ പ്രിഡിക്ഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പഠിപ്പിച്ച പ്രിഡിക്ഷൻസ് ഇതാ ഇവിടെയാണ്, ഈ റെഡ് ഡോട്ട്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ സിസ്റ്റം പ്രിഡിക്റ്റ് ചെയ്തത് ഏതാണ്? ഈ ബ്ലൂ ലൈനാണ്. ഓക്കെ, സിസ്റ്റത്തിന്റെ പ്രിഡിക്ഷൻ ഏകദേശം എവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ബ്ലൂ ലൈനിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം സിസ്റ്റത്തിന്റെ പ്രഡിക്ഷനും പിന്നെ ഒറിജിനലായിട്ട് നമ്മൾ പഠിപ്പിച്ച പ്രഡിക്ഷനും നമ്മൾ എത്ര വാരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ഈ ലൈൻ വരെയുള്ളതാണ് ഇതിന്റെ ഒരു എറർ എന്ന് പറയുന്നത്. ഇത്ര ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, മാക്സിമം എറർ കുറവാണെങ്കിൽ നമുക്ക് നല്ല മോഡലാണ് ഇത് പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്ന മോഡൽ ഇവാലുവേഷൻ ആണ്. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മീൻ അബ്സല്യൂട്ട് എറർ ആണ്. അപ്പൊ മീൻ അബ്സല്യൂട്ട് എറർ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയാണ്. മീൻ അബ്സല്യൂട്ട് എറർ ഇത്രയാണ് ഡിഫറൻസ്. മീൻ അബ്സല്യൂട്ട് എറർ കൃത്യമായ ഡിഫറൻസ്, ഈ ഒരു രണ്ട് ഡാറ്റയും തമ്മിലുള്ള ആവറേജ് ഡിഫറൻസ്. അതായത് നമ്മുടെ ഒറിജിനൽ ഡാറ്റ വാല്യൂസും പ്രിഡിക്റ്റഡ് ഡാറ്റ വാല്യൂസും തമ്മിലുള്ള ഒരു ആവറേജ് ഒരു ഡിഫറൻസ് എത്രത്തോളം എന്നാണ് അത് കാണിക്കുന്നത്. അതായത് എറർ എത്രത്തോളം രണ്ടും തമ്മിൽ. ഓക്കെ, അപ്പൊ മീൻ സ്ക്വയർഡ് എറർ നമ്മൾ കാണുമ്പോൾ ഇത് സ്ക്വയർ ചെയ്ത്, ഈ ഒരു എററിനെ സ്ക്വയർ ചെയ്തിട്ടായിരിക്കും വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് ആ ഒരു എററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി, മോഡൽ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയാണ് സ്ക്വയർ എറർ കാണുന്നത്. ഓക്കെ, പിന്നെ R2 സ്ക്വയറും കൂടി നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്.